എമ്പുരാൻ കണ്ടു. ഇനിയും വൈകിയാൽ 17 വെട്ടുള്ള പ്രിന്റ് കാണേണ്ടി വരും. ലൂസിഫർ, ബ്രോഡാഡി എന്നീ സിനിമകൾക്ക് ശേഷം പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് എമ്പുരാൻ. ഇത്രയും ഹൈപ്പുള്ള ഒരു മലയാള പടം മുൻപ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ഉത്തരം. റീസെയിൽ കളക്ഷനിലും ബുക്കിങ്ങിലും റെക്കോർഡ് സൃഷ്ടിച്ചാണ് എമ്പുരാൻ റിലീസ് ചെയ്തത്. ഇത്രയും ഹൈപ്പ് കിട്ടാനുള്ള പ്രധാന കാരണം ലൂസിഫറിൻ്റെ വമ്പൻ വിജയമാണ്. പൃഥ്വിരാജിൻ്റെ മികച്ച ക്രാഫ്റ്റും മുരളി ഗോപിയുടെ അതിമികച്ച തിരക്കഥയും ലൂസിഫറിൻ്റെ വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതേ ടീം വീണ്ടും ഒന്നിക്കുമ്പോൾ ഈ പ്രതീക്ഷ വാനോളം ഉയർന്നിട്ടുണ്ട്. ആ അമിത പ്രതീക്ഷയും പേറിയാണ് തിയേറ്ററിലേക്ക് പോയത്. മികച്ച വിഷ്വൽസും വേൾഡ് ക്ലാസ് മേക്കിങ്ങും സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട്. മലയാളത്തിൽ ഇത്രയും വിഷ്വൽ ക്വാളിറ്റിയുള്ള സിനിമ മുൻപ് ഇറങ്ങിയിട്ടില്ല. തുടക്കത്തിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച സെയ്ദ് മസൂദിൻ്റെ ബാക്ക് സ്റ്റോറിയിലാണ് മൂവി ആരംഭിച്ചത്. 45 മിനിറ്റിന് ശേഷമാണ് മോഹൻലാലിൻ്റെ എൻട്രി. ഇതുപോലൊരു എൻട്രി മോഹൻലാലിൻ്റെ സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും കിട്ടിയത്. പിന്നീട് അങ്ങോട്ട് കേരള രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്നുണ്ട്. സിനിമയുടെ പ്രധാന പോരായ്മ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. ചില സീനുകളിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മികച്ചതാണെങ്കിലും മറ്റു ചിലതിൽ സിനിമയുടെ ക്വാളിറ്റിക്കൊത്ത് ഉയർന്നിരുന്നില്ല. അതുപോലെ തന്നെ ആക്ഷൻ രംഗങ്ങളും മടുപ്പുളവാക്കുന്നതായിരുന്നു. 3 മണിക്കൂറുള്ള സിനിമയിൽ ചുമ്മാ കുത്തിക്കയറ്റിയ കുറച്ച് ക്യാരക്ടേഴ്സ് സിനിമയ്ക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് നൽകിയിട്ടുണ്ട്. ലൂസിഫറിൻ്റെ ടെയിൽ എൻഡിൽ ഖുറേഷി അബ്രഹാമിനെ കണ്ടപ്പോൾ കിട്ടിയ ഗൂസ് ബംപ് എമ്പുരാനിൽ കിട്ടിയില്ല. സുരാജ്, മഞ്ജു, ടൊവിനോ, സായ്കുമാർ, ബൈജു ഇവരൊക്കെ അവരുടെ റോളുകൾ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. മസൂദിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയിലെ എല്ലാ കഥാപാത്രങ്ങളുടെ ആക്ടേഴ്സും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്.